ഹലോ ഗൈസ്. സോ അങ്ങനെ ഞാൻ കൂലി എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടായിരുന്നു. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ലോകേഷ് കനകരാജിൻ്റെ സിനിമകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ഈ കൂലി തന്നെയാണ്. ലോകേഷ് ആണ് എടുത്തെന്ന് നമുക്ക് തോന്നത്തില്ല, ബിക്കോസ് ആ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ തന്നിട്ടില്ല. സോ ഞാൻ നിങ്ങൾ കാണാൻ പോകുന്നവരാണെങ്കിൽ ലോ എക്സ്പെക്റ്റേഷൻസ് വെച്ച് വേണം പോയി കാണാൻ. അധികം ഹൈപ്പോടെ പോയി കണ്ടു കഴിഞ്ഞാൽ മേ ബി യു വിൽ ഡിസപ്പോയിൻറ്റഡ്. അതുകൊണ്ട് ഞാൻ ഇത് ലോ എക്സ്പെക്റ്റ് ചെയ്താണ് പോയി കണ്ടത്. ആൻഡ് ഇറ്റ്സ് ആൻ ആവറേജ് മൂവി. ഇതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള പെർഫോമൻസ് അങ്ങനെ മറ്റേ രജനീകാന്ത് പുള്ളി മാക്സിമം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ എടുത്തു പറയാനുള്ളത് സൗബിൻ്റെ ആക്ടിംഗ് ആണ്. സൗബിൻ്റെ ആക്ടിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നാഗാർജുന ഓക്കെ നല്ല രീതിയിലായിരുന്നു. ആമിർ ഖാൻ്റെ റോള് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ക്യാമിയോ ആണ്, പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തന്നിട്ടില്ല ആ ക്യാരക്ടറിൽ. ബാക്കി സത്യരാജ്, ഉപേന്ദ്ര അടിപൊളിയായിരുന്നു. ഉപേന്ദ്രയുടെ സ്ക്രീൻ പ്രസൻസും ഇൻട്രൊഡക്ഷൻ സീനും അതുപോലെ ഫൈറ്റ് സീനൊക്കെ കൊള്ളായിരുന്നു. ശ്രുതി ഹാസൻ ഓക്കെ ആയിരുന്നു. പിന്നെ പൂജ ഹെഡേക്ക് സോങ്ങിലൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ നല്ല കാസ്റ്റ് ഉള്ളവരെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ആവറേജ് പടമാണ്. സോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ലോ എക്സ്പെക്റ്റ് ചെയ്ത് പോയി കാണുന്നതായിരിക്കും നല്ലത്. വലിയ ഹൈപ്പോടെ പോയി കാണരുത്. അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ഓക്കെ, സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്തിടുക. ഓക്കെ, ബൈ.